എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. വേനൽക്കാലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വേനൽക്കാലത്ത് ഉണ്ടാവുന്ന നമ്മുടെ തലയിൽ താരൻ മാറ്റാനും, വേനൽക്കാലത്ത് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ഹെയർ ലോസ് മാറ്റാനും, വേനൽക്കാലത്ത് ഉണ്ടാവുന്ന നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല ഹെൽത്തി ആയിട്ട് സിൽക്കി ആക്കി മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങാപ്പാലും സവോളയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് തലയിൽ തേക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സബോളയും ഒരു കഷ്ണം തേങ്ങ എടുക്കാം. ഇത് ഒരാൾക്ക് തേക്കുന്നതിൻ്റെ അളവാണ്. രണ്ടാളാണ് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി, അതായത് 2 സബോളയും 2 കഷ്ണം തേങ്ങയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ഇത്ര പോകുന്ന ഒരു സബോള, അതിൻ്റെ പുറത്തെ ഈ പരുത്ത തൊലി മാത്രമേ കളയാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇത്രയും പോകുന്ന ഒരു തേങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി കുത്തി. സവോളയ്ക്ക് ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. എനിക്കുണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറ്റാനും, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലയുടെ കൂട്ടുള്ള സ്കിന്നിൽ കൊളാജനൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റീഗ്രോത്ത് ചെയ്ത് എടുക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന സാധനമാണ് സവോള. തേങ്ങയുടെ കഷ്ണവും സവോളയും നമ്മുടെ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. കഴുകിയിട്ട് നുറുക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക. ഇതേപോലെ ജോർജറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഷോളിൻ്റെ കഷ്ണം എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. നമുക്ക് പിഴിയാം. തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാൻ സാധിക്കും. അതേപോലെ തന്നെ താരം കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഒരുപാട് സഹായിക്കും. നമുക്കിത് തലയിൽ തേക്കാം. ഇത് ഇത്ര കുറച്ചുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരും സങ്കടപ്പെടണ്ട കേട്ടോ. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു സബോളയും കൂടി ആഡ് ചെയ്യാം. നമ്മളെടുത്ത സബോള ചെറുതാണെങ്കിൽ ഒരു സബോളയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി തലയിൽ തേക്കാം. ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ എന്ത് തന്നെ തലയിൽ തേക്കുകയാണെങ്കിലും, ഇപ്പോൾ പാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ തേക്കുകയാണെങ്കിലും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും തലയുടെ കൂട്ടുള്ള സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ തൊട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ഹെയർ ഓയിൽ ആയിട്ടുള്ള നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിലാണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിലും തലയുടെ കൂട്ടിലൊക്കെ ഒന്ന് തൊട്ട് വരട്ടി കൊടുക്കാം. എണ്ണ നമ്മൾ തേക്കുന്നത് നമ്മുടെ മുടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. കൂടാതെ അതിലെ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ എണ്ണയിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ തലയുടെ കൂട്ടിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മുടി നന്നായിട്ട് വളരാനും ഡെഡ് സെല്ലുകൾ പോവാനൊക്കെ ഒരുപാട് സഹായിക്കും. മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തൊട്ട് പരട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡ് രൂപത്തിലുള്ള ഉള്ളിയുടെയും തേങ്ങയുടെയും നീര് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആ ഒരു സത്ത് നമുക്ക് തലയിൽ വളരെ സാവധാനം തേച്ച് കൊടുക്കാം. ഈ എണ്ണ തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു നീര് നമ്മുടെ തലയുടെ ഓട്ടിൽ തേച്ച് കൊടുക്കേണ്ടുള്ളൂ കേട്ടോ. മുടിയിലേക്ക് നിങ്ങൾ തേക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മൾ തല കുളിക്കുമ്പോൾ നമ്മുടെ മുടിയിലേക്കും വരും. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, താരൻ പോവാനും മുടി കൊഴിച്ചിൽ മാറ്റാനും നമ്മുടെ തലയുടെ ഓട്ടിലെ സ്കിന്നിനെ നല്ല ആരോഗ്യത്തോടു കൂടി പരിപോഷിപ്പിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണിത്. ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഈ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ആഴ്ച ആ ഒരു ഫോളോ അപ്പിൽ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ മിറാക്കിളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. ജെൻസിനും ഉപയോഗിക്കാം, വുമൺസിനും ഉപയോഗിക്കാം കേട്ടോ. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു 3 ദിവസം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഷാമ്പു യൂസ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. പച്ചവെള്ളത്തിൽ കളഞ്ഞാൽ മതി. നമ്മുടെ മുടി ഉണങ്ങുന്ന വരെ ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടാവും. മുടി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം.